ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പണ്ട് ഷേക്സ്പിയറോ മറ്റോ എവിടെയോ ചോദിച്ചിട്ടുണ്ട്. ഇനി ഷേക്സ്പിയർ അല്ല, വേറെ ആരെങ്കിലുമാണ് ചോദിച്ചെങ്കിലും വ്യത്യാസമില്ല. പേരിൽ പ്രത്യേകിച്ചൊന്നും ഇരിക്കുന്നില്ല എന്നാണ് ഇത് ചോദിച്ചയാൾ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, ഒരു പേരിൽ പലതും ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ള ആർക്കും അറിയാം. കാരണം ഒരേ പേരുള്ള നിരവധി സ്ഥാനാർത്ഥികൾ ഈ പ്രധാന സ്ഥാനാർത്ഥിയുടെ കൂടെ പൊങ്ങി വരും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പതിവുള്ളൊരു കാര്യമാണ്. അവരെ അപരന്മാർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു അപരൻ എന്ന് പറയുന്നത് 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ വി എം സുധീരൻ്റെ കൂടെ അവതരിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വി എസ് സുധീരൻ എന്നായിരുന്നു. വി എം സുധീരൻ്റെ ചിഹ്നം കൈപ്പത്തിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ഷട്ടിൽ കോക്കായിരുന്നു. കുറച്ചധികം ആളുകൾക്ക് വി എസ് സുധീരനും വി എം സുധീരനും തമ്മിൽ മാറിപ്പോയി. അതുപോലെ ഷട്ടിൽ കോക്കും കൈപ്പത്തിയും തമ്മിൽ മാറിപ്പോയി. വി എസ് സുധീരൻ ഏതാണ്ട് 8,000-ഓളം വോട്ട് പിടിച്ചു. വി എം സുധീരൻ 1000-ൽ താഴെ വോട്ടുകൾക്ക് തോറ്റുപോയി. ഇതാണ് ആലപ്പുഴയിലുണ്ടായ അത്ഭുത സംഭവം. അതുപോലെ ജോർജ് ജെ മാത്യുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജോർജ് ജെ മാത്യു കുതിര അടയാളത്തിൽ മത്സരിച്ചപ്പോൾ വേറൊരു ജോർജ് മാത്യു ഒട്ടകം അടയാളത്തിൽ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ചു. ഒട്ടകത്തെയും കുതിരയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് വയസ്സായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ ഈ ഒട്ടകത്തിന് കുത്തുകയും പുറത്തിറങ്ങി വന്നിട്ട് ഇതെന്നാ കുതിരയ്ക്ക് എന്നതാടി ഒരു കൂന് എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലുള്ള അട്ടിമറി തന്നെ സംഭവിച്ചു. ഈ ഒട്ടക അടയാളത്തിൽ മത്സരിച്ച വിദ്വാൻ 12,000-ഓളം വോട്ടുകൾ പിടിക്കുകയും ജോർജ് ജെ മാത്യു അഥവാ പൊട്ടംകുളം അപ്പച്ചൻ ഏതാണ്ട് 2,000-ൽ താഴെ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു പേരുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ പേരുകൊണ്ടുള്ള ദോഷം. നമ്മുടെ അഡ്വക്കേറ്റ് പി സി തോമസ് മൂവാറ്റുപുഴ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വേറെ 2 അഡ്വക്കേറ്റ് പി സി തോമസുമാർ മത്സരിച്ചു. സാക്ഷാൽ പി സി തോമസിൻ്റെ ചിഹ്നം ടെലിവിഷനായിരുന്നു. ഈ അപരന്മാരിൽ ഒരാളുടെ ചിഹ്നം ബംഗ്ലാവും മറ്റേയാളുടേത് ഹാർമോണിയവുമായിരുന്നു. ഒന്ന് ആലോചിക്കും, ഒരു ഹാർമോണിയവും ടെലിവിഷൻ സെറ്റും തമ്മിൽ ഈ ബാലറ്റ് യന്ത്രത്തിൽ തിരിച്ചറിയുക എത്ര ദുഷ്കരമായിരിക്കും. ഒരേ പേര്, ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഈ പേരിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് പ്രസിദ്ധമാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത്, ഇവിടെ ഞങ്ങളുടെ അടുത്ത ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില തമാശകളാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ അല്ല, 2 സ്ഥാനാർത്ഥികളുടെയും പേരുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള തമാശകൾ അരങ്ങേറി. ഒന്നാമത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദീപക് ജോയ് എന്നാണ്. ദീപക് ജോയ് എന്ന പേര് കേട്ടാൽ ഇയാൾ ഏത് സമുദായക്കാരനാണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ? ഒറ്റ കേൾവിയിൽ ഇദ്ദേഹം ഏതോ ക്രിസ്ത്യാനിയാണെന്ന് വിചാരിക്കും. കഴിഞ്ഞ തവണ വൈപ്പിനിൽ മത്സരിച്ചപ്പോഴും ആളുകളുടെ ഇടയിൽ ഇങ്ങനൊരു ആശയക്കുഴപ്പമുണ്ട്. വൈപ്പിൻകരയിൽ ധാരാളം ക്രിസ്ത്യാനികളുള്ളതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഇദ്ദേഹം നമ്മുടെ സമുദായക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ച് പുള്ളിക്ക് കൂട്ടിച്ചു. പക്ഷേ എന്നിട്ട് പുള്ളി ജയിച്ചില്ല, കഴിഞ്ഞോട് തോറ്റുപോയി. ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്ന ക്രിസ്ത്യാനികൾ അത്ര അധികം ഇല്ലാത്ത ഈഴവരാതി പിന്നാക്ക സമുദായക്കാരും സവർണ സമുദായക്കാരും ധാരാളമായിട്ടുള്ള തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. ചിഹ്നം കൈപ്പത്തി തന്നെയാണ്. അപ്പോൾ ഈ ദീപക് ജോയി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ CPMകാർ പൊതുവെ അഴിച്ചുവിട്ട ഒരു പ്രചരണം, അത് ഉറക്കെയുള്ള പ്രചരണമല്ല, എന്താണ് മർമറിങ് ക്യാമ്പയിൻ. മർമറിങ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഈവൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ദീപക് ജോയി ശ്രീനാരായണ സമുദായക്കാരനാണ്, ഈഴവനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഈഴവ സമുദായത്തിൽ ജനിച്ചവരാണ്. എന്തോ കാരണവശാൽ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ മകന്, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്ത പേര് ജോയ് എന്നായിരുന്നു. പുള്ളി സന്തോഷം കൊണ്ടിട്ട പേരാണ്. ജോയ് എന്നുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയോ സമുദായത്തെയോ സൂചിപ്പിക്കുന്ന ഒരു പേരല്ല. അപ്പോൾ അദ്ദേഹത്തിന് മകന് ജോയ് എന്ന് പേരിടാൻ തോന്നി. ഈ ചേർത്തല ഭാഗത്തൊക്കെ ഈഴവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ലെനിൻ നിർബന്ധമായിട്ടുണ്ടാവും. ലെനിൻ, സ്റ്റാലിൻ, ഗഗാറിൻ, മൊളാട്ടോവ്, ബുൾഗാനി എന്നൊക്കെ പേരുള്ള ധാരാളം ഈഴവർ ചേർത്തല അരൂർ ഭാഗത്തിട്ട് ഈ ചേർത്തലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ എറണാകുളം പരിസരം മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പേരുകൾ ഈഴവ സമുദായക്കാരുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജോയ് എന്നായതുകൊണ്ട് ഇയാൾ ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു പ്രചരണം നമ്മുടെ CPMകാർ അടിച്ചു വിട്ടു. ജോയ് ഈ ദീപക് ജോയ് ആകെ വിഷമത്തിലായി പോയി. പുള്ളി എന്ന് വെച്ചാൽ ഇപ്പോൾ പോകുന്ന എല്ലാ അമ്പലത്തിലും അകത്ത് കയറി തൊഴുകയും ചന്ദനം വരച്ചു തൊടുകയും നെറ്റിൽ കുങ്കുമോ കൂറി തൊടുകയും ക്ഷേത്രങ്ങളിൽ തുലാഭാരം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഹിന്ദുവാണെന്ന് തെളിയിക്കാൻ വേണ്ടി. പിന്നെ അദ്ദേഹം കാണുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഈഴവനാണ്, എൻ്റെ അച്ഛൻ ഈഴവനാണ്, അമ്മയും ഈഴവയാണ്, ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സമയത്തും അതിനു മുമ്പൊക്കെ ഈഴവർ തന്നെയാണ്, ഞങ്ങൾക്ക് ക്രിസ്തുമതമായിട്ട് ഒരു ബന്ധവുമില്ല.
അങ്ങനെ ദീപക് ജോയി ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരുകൊണ്ട്. ഇതാണ് ദീപക്കിൻ്റെ അവസ്ഥയെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് മറ്റു തരത്തിൽ പല പേരുദോഷങ്ങളും ഉണ്ട്. ഇദ്ദേഹം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് എന്ന് കോൺഗ്രസ്സുകാർ മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ ഒരു ചർച്ചയുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വരുമ്പോൾ വീട്ടിലെ സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ മുറ്റത്തിറങ്ങിയെന്ന് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രചരണമുണ്ട് പുള്ളിക്ക്. അങ്ങനെയാണ് പേരുദോഷം ഉണ്ടായിട്ടുള്ളത്. പേരുകൊണ്ടുള്ള ദോഷമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള പേരുദോഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയാൻ വന്നത് NDA സ്ഥാനാർത്ഥിയുടെ കാര്യമാണ്. എറണാകുളം ജില്ലയിൽ BJPക്കാർ ഏറ്റവും അധികമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർമാൻ തന്നെ BJPക്കാരനാണ്, വൈസ് ചെയർപേഴ്സണും BJPക്കാരിയാണ്. അങ്ങനെയുള്ള തൃപ്പൂണിത്തുറയിൽ BJPക്ക് സ്വന്തം സ്ഥാനാർത്ഥിയില്ല. അവർ ആ സീറ്റ് നമ്മുടെ സാബുവിൻ്റെ 2020 കൊടുത്തിരിക്കുകയാണ്. 2020ക്കും അങ്ങനെ റെഡിലി അവൈലബിളായിട്ട് കയ്യിൽ ഒരു സ്ഥാനാർത്ഥിയൊന്നും ഉണ്ടായിരുന്നില്ല. 2020യുടെ സ്ഥാനാർത്ഥികൾ മിക്കവരും തന്നെ ബിഗ് ബോസ് താരങ്ങളോ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്ന നടികളും നടന്മാരും ഒക്കെയാണ്. അങ്ങനെ ഒരു സീരിയൽ നടിയോ മറ്റോ ആണ് 2020യുടെ ലേബലിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവിടെ ആദ്യം താമര വരച്ചു, പിന്നെ വരച്ച താമരയൊക്കെ മാച്ചു. 2020യുടെ പഴയ ചിഹ്നം മാങ്ങയായിരുന്നു, പക്ഷേ ഇത്തവണ കൂടുതലുള്ള ചിഹ്നം ചക്കയാണ്. അതുകൊണ്ട് ചക്ക അടയാളത്തിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് അഞ്ജലി നായർ എന്നായിരുന്നു. കാരണം ഇവർ അഞ്ജലി നായർ എന്ന പേരിലാണ് സീരിയലിൽ അഭിനയിക്കുന്നത്. അപ്പോൾ സുപരിചിതമായ പേര് അതാണല്ലോ എന്ന് വിചാരിച്ച് ആ പേരാണ് ഇവർ ചോദിച്ചത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്തോ കാരണത്താൽ മസിൽ പിടിച്ച് ഇവരുടെ SLC ബുക്കിലുള്ള പേര് അഞ്ജലി PV എന്നാണ്. അവിടെ നായരും മേനോനും വാർമയും ഒന്നുമില്ല. അങ്ങനെ ആ പേര് അനുവദിച്ചു. PV അഞ്ജലി എന്ന പേരിൽ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനെതിരെ അഞ്ജലി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിച്ചിട്ട് പറഞ്ഞു സ്കൂൾ റെക്കോർഡിലെ പേര് അഞ്ജലി PV എന്നാണ്. അതുകൊണ്ട് മകൾ ഇവിടെ അഞ്ജലി നായർ എന്ന പേരിൽ മത്സരിക്കേണ്ട, അഞ്ജലി PV എന്ന പേരിൽ മത്സരിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഈഴപരാതി പിന്നാക്ക സമുദായക്കാർ മാത്രമല്ല സവർണ്ണ ഹിന്ദുക്കളും ധാരാളമുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെയുള്ള ഈ സവർണരായ വോട്ടർമാരൊക്കെ ഇവർ അഞ്ജലി നായർ എന്ന പേരിൽ മത്സരിക്കുമ്പോൾ ആ പേരിൽ മത്സരിച്ച് വോട്ട് ചെയ്തോളും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പേരെടുത്ത്. ഇപ്പോൾ അഞ്ജലി PV ആയി കഴിയുമ്പോൾ അതങ്ങനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന സംശയത്തിലാണ് ബഹുമാനപ്പെട്ട NDA സ്ഥാനാർത്ഥി. പക്ഷേ ഇങ്ങനൊരു വിവാദം കൊണ്ടൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഇവർ യഥാർത്ഥത്തിൽ നായരാണെന്ന്, ആ പേരാണ് ഇവരുടെ അറിയപ്പെടുന്ന പേര് എന്നിപ്പോൾ നാട്ടിലുള്ള എല്ലാ നായന്മാർക്കും ഈഴവർക്കും പുലേരാതി പട്ടിക സമുദായക്കാർക്കും മറ്റ് മതക്കാർക്കും എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ PV അഞ്ജലി എന്നുള്ള പേരിൽ മത്സരിച്ചാലും വലിയ വ്യത്യാസമില്ല. PV അഞ്ജലി നല്ല നായരാണ്, കിരിയാത്ത് നായരാണെന്നുള്ള കാര്യം തൃപ്പൂണിത്തുറയിലെ എല്ലാ ആളുകൾക്കും മനസ്സിലായി. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ ജാതിയെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട. ദീപക് ജോയി ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം ശ്രീനാരായണീയനാണ്. അഞ്ജലി PV ശ്രീനാരായണീയല്ല, അവർ നായരാണ്. ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ സമ്മതിദായകരുടെയും തെറ്റിദ്ധാരണ മാറിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാൽ സലാം.